ഹലോ ഗൈസ്, എല്ലാവർക്കും വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു റൂബിക്സ് ക്യൂബ് സോൾവ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഓക്കെ, ഇതൊരു 3 or 4 പാർട്ടായിട്ടായിരിക്കും നമ്മൾ ഫുൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓരോ പാർട്ടിൽ നമ്മൾ ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നമ്മൾ ചെയ്തു പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് തന്നെ വാച്ച് ചെയ്യുക, എങ്കിൽ ഇത് ചെയ്ത് നിങ്ങൾക്ക് ഫുള്ളായിട്ട് പഠിക്കാൻ പറ്റും. അതുപോലെ ഓരോ പാർട്ടിലും പറയുന്ന സ്റ്റെപ്പ് നിങ്ങൾ കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇതിനായിട്ട് പഠിച്ചെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക, ലാഗാക്കുന്നില്ല. നേരെ വീഡിയോ ഷഫിൾ ആയിട്ടുള്ള ഒരു ക്യൂബാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് നമ്മൾ ഏതെങ്കിലും ഒരു സൈഡ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യുക. അതായത് നമ്മളിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന കളറ് പച്ചയാണ്, ഓക്കെ, ഗ്രീനാണ് നമ്മൾ എടുത്തിരിക്കുന്ന കളറ്. ഇത് ലൈറ്റ് ചെറിയ വിഷയമുണ്ട്, ജസ്റ്റ് എല്ലാവരും ഒന്ന് ക്ഷമിച്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് പ്ലസ് കൊണ്ടുവരണം. അതായത് ഇവിടെ 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 ഓക്കെ, ഇങ്ങനെ ഒരു പ്ലസ് നമ്മൾ പച്ചയിൽ ഗ്രീനിൻ്റെ പ്ലസ് തന്നെ കൊണ്ടുവരണം. ജസ്റ്റ് അത് നമുക്ക് ചെയ്യാം. ഇതെവിടെ സൈഡിലൊക്കെ കാണും. ജസ്റ്റ് അതൊന്ന് എന്താണ് ഒരു പ്ലസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, എല്ലാവർക്കും അറിയായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ക്യൂബ് യൂസ് ചെയ്യുന്ന കാര്യം ഇത് ജസ്റ്റ് ബേസിക് ആയിരിക്കും. ഇതുപോലെ ജസ്റ്റ് ഒരു പ്ലസ് കൊണ്ടുവരിക. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കളർ നമ്മളൊന്ന് മാച്ച് ചെയ്യിപ്പിക്കണം. ഓക്കെ, ബിഗിനേഴ്സ് ആണെങ്കിൽ കുഴപ്പമില്ല, ഇല്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് ആദ്യമേ മാച്ച് ചെയ്യിപ്പിക്കണം. ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. ഇവിടെ മഞ്ഞ മാത്രമേ മാച്ച് ആയിട്ടുള്ളൂ. ഈ സെൻറ്റർ പീസുമായിട്ട് മാച്ച് ചെയ്യും. മഞ്ഞ മാച്ചാണ്, ചുവപ്പ് മാച്ച്. ഇത് നമുക്ക് മാച്ചല്ല. ഈ ഒരു പീസ് വരേണ്ടത് ഇവിടെയാണ്, കാരണം ഇവിടെയാണ് ഓറഞ്ച് പീസ് ഇവിടെ കിടക്കുന്നത്. ജസ്റ്റ് ഇതുപോലെ താഴേക്ക് ഇറക്കുക, എന്നിട്ടത് നമ്മൾ ഇറക്കിയ പീസ് മുകളിലോട്ട് കയറ്റുക. നമ്മളവിടെ നിന്ന് എടുത്ത പീസ് ഇവിടെ ഉണ്ട്, ഇതിങ്ങനെ കൊണ്ടുവന്ന് ഇതിൻ്റെ അടിയിൽ കൊണ്ടുവയ്ക്കും. ഓക്കെ, നമുക്ക് സെൻറ്ററിലാണ്. നമുക്ക് ഇത് താത്തി കഴിഞ്ഞാൽ ഈ പീസ് ബാക്കിലോട്ട് പോകും. അതുകൊണ്ട് നമുക്കിത് ഇങ്ങോട്ട് മാറ്റി ജസ്റ്റ് സിമ്പിളായിട്ട് ഇപ്പോൾ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇത് മാച്ചാണ്. ഇവിടുത്തെ ക്യൂബ് പോയിട്ടുണ്ട്, ഇത് മാച്ചാണ്. അതുപോലെ യെല്ലോയും മാച്ചാണ്. ഇനി നമുക്ക് ഈ ഒരു ക്യൂബ്, അതായത് വൈറ്റ് മാച്ച് ചെയ്യണം. അപ്പോൾ വൈറ്റ് എവിടെ ഉണ്ടോ നോക്കണം. ഇതാ വൈറ്റ് ഇവിടെ കിടപ്പുണ്ട്. ഇതാ വൈറ്റിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ നമ്മൾ നേരത്തെ യൂസ് ചെയ്ത സ്റ്റെപ്പ് തന്നെ ഇത് ജസ്റ്റ് ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കുക. ദെൻ താഴോട്ടിറക്കുക, ഇങ്ങോട്ടാക്കുക. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഒരു പ്ലസ് കിട്ടിയിട്ടുണ്ട്. ഇത് നിങ്ങൾ കാര്യമാക്കേണ്ടത് നമുക്ക് മാറ്റാനുള്ളൊരു ക്യൂബാണ്. അപ്പം ഇത് കാര്യമാക്കണ്ട. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു 4 ക്യൂബ് ഇത് മാറ്റണം. ഇവിടെ വരാനുള്ള കളർ ഏതെന്ന് നോക്കണം. അത് നമ്മൾ സെൻറ്റർ പീസ് നോക്കണം. ഇവിടെ വരാനുള്ളത് ഇവിടെ ഉള്ള സെൻറ്റർ പീസ് പച്ച, ചുവപ്പ്, അതുപോലെ വെള്ളം. ആ ഒരു ക്യൂബാണ് ഇവിടെ വരാനുള്ളത്. ഈ പച്ച, അതുപോലെ ചുവപ്പ്, അതുപോലെ വൈറ്റ്. അപ്പം അങ്ങനെയുള്ള ക്യൂബ് നമുക്ക് ജസ്റ്റ് ഇവിടെ കാണാൻ ജസ്റ്റ് നോക്കിയാൽ ഓക്കെ. അതായത് ഇവിടെ ആ ഒരു ക്യൂബ് ഇവിടെ ഇപ്പോൾ ഉണ്ട്. ജസ്റ്റ് ഇതുപോലെ നമ്മൾ ഇറക്കുന്നു. എന്നിട്ട് ഈ ക്യൂബ് നമുക്ക് ഇവിടെ വരണം, അതുകൊണ്ടാണ് നമ്മൾ തിരിച്ച് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത ക്യൂബ്, അതായത് പച്ച, ചുവപ്പ്, വെള്ളം, നമ്മൾ നേരെ വൈറ്റിലേക്ക് പോകുന്നു. നേരെ ഈ വൈറ്റിൻ്റെ അതിലോട്ട് വന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ കാണാം വൈറ്റ്, റെഡ്, ദെൻ ഗ്രീൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു ഭാഗത്ത് വന്നിട്ട് ജസ്റ്റ് ഇവിടെയാണ് നമുക്ക് ക്യൂബ് വരേണ്ടത്. ഇങ്ങോട്ട് ആക്കി കൊടുക്കുക, താഴോട്ട് ഇറക്കുക, ജസ്റ്റ് ഇതുപോലെ പൊക്കി കൊടുക്കുക. ഇപ്പം നമുക്ക് ആ ഒരു ക്യൂബ് ഫില്ലായിട്ടുണ്ട്. ഇപ്പം നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ഇതുപോലെ നമ്മൾ എല്ലാ ക്യൂബും ചെയ്യണം. അതായത് ഇവിടെ വരാനുള്ള കളർ റെഡ്, ഗ്രീന്, യെല്ലോ. അപ്പം അങ്ങനെ ഇവിടെ തന്നെ കിടപ്പുണ്ടെന്നോ? അതല്ല, അതായത് ഇവിടെ കിടപ്പുണ്ട് റെഡ്, ഗ്രീന്, യെല്ലോ. അപ്പോൾ ഇതിങ്ങോട്ട് മാറ്റി കൊടുക്കുക. ഓക്കെ, ഇത് ഇവിടെ ഇരിക്കട്ടെ. നമ്മളിങ്ങനെ ചെയ്യാൻ നോക്കും പലരും. അപ്പം ഇവിടെ യെല്ലോ വന്നു. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചാൽ, ഇത് നമ്മൾ അവിടെ തന്നെ ഇരിക്കട്ടെ. നമ്മൾ ഇങ്ങനെ ഇരുന്ന ക്യൂബിനെ നേരെ ഇങ്ങനെ ആക്കുന്നു. ഓക്കെ, എന്നിട്ട് ഈ അടിയിൽ അങ്ങോട്ട് ലിഫ്റ്റ് ചെയ്യുന്നു, ജസ്റ്റ് ഇങ്ങനെ ചെയ്യുന്നു. ഇതുപോലെ എല്ലാ ക്യൂബും ചെയ്യുക. ഓക്കെ, സ്പീഡിന് ചെയ്യാമെന്നുള്ള കാര്യമേ ഉള്ളൂ. അതായത് ഇവിടെ വരാനുള്ള ക്യൂബ് യെല്ലോ, ഓറഞ്ച്, ദെൻ ഗ്രീൻ. അതായത് ഇവിടെ ഇരിക്കുന്ന ഈ ക്യൂബാണ് ഇവിടെ വരാനുള്ളത്, നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ. അപ്പം വേറൊരു മിസ്റ്റേക്ക്, ഇങ്ങനെ വരുമ്പോഴത്തേക്കും അടിഭാഗത്ത് ഇത് വന്നാൽ നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് കൊണ്ടുപോകണം. എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് സ്പീഡ് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. ഒരു ഭാഗം എല്ലാവരെയും ക്ലിയറായി അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, നമ്മൾ ഈ ഒരു ഭാഗം കൂടി നമ്മൾ ക്ലിയർ ചെയ്യുന്നുണ്ട്.
അപ്പം അതാണ് ഫസ്റ്റ് പാർട്ട്. പിന്നെ സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടും നിങ്ങൾ ഷുവറായിട്ടും കണ്ടിരിക്കണം. ഓക്കെ, നമ്മൾ പറയുന്നത് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമ്മൾ കളർ നോക്കുമ്പം ഓറഞ്ചും മഞ്ഞയും അത് വരാനുള്ള ഈ ഒരു ഭാഗത്താണ്. കാരണം ഇതിൻ്റെ സെൻറ്റർ പീസ് നോക്കിയാൽ ഓറഞ്ച് മഞ്ഞ. അപ്പോൾ ഈ ക്യൂബ് നമുക്ക് ഇങ്ങോട്ട് വരണം. അതിനായിട്ടൊരു ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ എങ്ങനെയാണ്? ടോപ്പ് റൈറ്റ്, ലെഫ്റ്റ് അപ്പ്, ടോപ്പ് ലെഫ്റ്റ്, ലെഫ്റ്റ് ഡൗൺ. ഓക്കെ, ഇതാണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നൊരു പീസ് മിസ്സാവും. ആ പീസ് ഇവിടെ കാണണം. അപ്പം ആ പീസ് നമുക്ക് ജസ്റ്റ് ചുമ്മാ നമുക്ക് എടുക്കാമെന്നുള്ളതേ ഉള്ളൂ. ഇതുപോലെ ഈ ടോപ്പൊന്ന് ഇങ്ങോട്ടായി കൊടുക്കുക, ആ പീസ് ഇങ്ങോട്ട് കൊണ്ടുവരിക, വെക്കുക. അപ്പം ഇവിടെ നമുക്ക് ശരിയായിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഈ ഒരു ഇക്വേഷൻ മാത്രം യൂസ് ചെയ്ത് നമുക്ക് ഈ സൈഡ് എല്ലാ സൈഡും നമുക്ക് ക്ലിയർ ചെയ്യണം. അപ്പോൾ ഇവിടെ വരാനുള്ള കളർ ഓറഞ്ച്, വെള്ള. ഓക്കെ, ഇതാ കിടക്കുന്നു ഓറഞ്ച്. മെയിനായിട്ട് ഞാൻ പറയാൻ വിട്ട് കാര്യം ഓറഞ്ചായിട്ട് മാച്ച് ചെയ്യുക, ഈ കളറായിട്ട് മാച്ച് ചെയ്യാം. ദെൻ ഇതുപോലെ സിമ്പിളായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഇക്വേഷൻ നിങ്ങൾ പേപ്പറിൽ എന്തെങ്കിലും എഴുതി വെച്ചിട്ട് അത് വെച്ച് ചെയ്യാൻ നോക്കുക. ഇനിയായിട്ട് ഇവിടെ വരാനുള്ളത് റെഡും വൈറ്റുമാണ്. ഇവിടെ റെഡുണ്ട്, വൈറ്റ് ഉണ്ട്. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. ഈ ഒരു അൽഗോരിതം ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. ഇതാണ് ഫസ്റ്റ് പാർട്ട്. നമുക്ക് ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്ത് ആയിപ്പോകും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഫുള്ളായിട്ട് ഇടാത്തത്. അപ്പം നിങ്ങൾ നമ്മൾ ഇത്രയും ചെയ്ത ഈ ഒരു ട്രിക്ക്, ഈ ഒരു ഇക്വേഷൻസൊക്കെ ഫുള്ള് നന്നായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചേക്കുക. അപ്പോൾ നിങ്ങളുടെ വീഡിയോയിൽ നിങ്ങൾക്കുള്ള നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്തേക്കുക. പാർട്ട് സെക്കൻഡ് തേർഡ് വേണോ വേണ്ടെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കുക. ജസ്റ്റ് അടുത്തൊരു വീഡിയോ കാണാം. ബൈ.